ട്രെയിൻ പാസ് ചെയ്യുന്നതിന് മുമ്പേ, ട്രെയിൻ എന്ന് പറയുന്നത് ഒരു നീളമുള്ള സാധനമാണ്, കുറേ നേരം പിടിക്കും. അത് അത്രയ്ക്ക് ക്ഷമയില്ലാത്തൊരു ചിന്താഗതി ആ ഡ്രൈവറുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ. അവർ പെട്ടെന്ന് ക്രോസ് ചെയ്തു. പക്ഷെ അവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ സ്പീഡ്. നമ്മൾ ഈ ട്രെയിൻ ഇങ്ങനെ പതുക്കെ വരുവാണെന്ന് തോന്നും ദൂരെ നോക്കി. അപ്പോൾ അത് യൂണിഫോം ആയിട്ട് ഒരു മോഷൻലെസ് ആയിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട്, വളഞ്ഞ് പുളഞ്ഞ് റോഡിൽ കൂടെ പോകുന്ന പോലെയല്ലോ, സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അത് നോക്കുമ്പോൾ അത് വളരെ പതുക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ അത് 90 കിലോമീറ്റർ സ്പീഡ് ഉണ്ടായിരുന്നു. കാരണം ആ സ്പീഡ് കറക്റ്റ് ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഈ പെട്ടെന്ന് ഈ കാറ് നമ്മൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട്, ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഞാനും എൻ്റെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റും വിചാരിച്ചു അവിടെ നിൽക്കുമായിരിക്കും. പക്ഷെ നിന്നില്ല. അത് പെട്ടെന്ന് വന്ന് കയറി ഈ കാറിനെ ഇടിച്ചിട്ട് ഈ കാറ് മേലോട്ട് പൊങ്ങിയിട്ട് 2 വട്ടമൊക്കെ കറങ്ങി. എന്നിട്ടൊരു ഈ മാസ്റ്റുണ്ട്, ഇലക്ട്രിക്കൽ ലൈൻ പോകുന്ന ഇലക്ട്രിക് ട്രെയിനാണല്ലോ, മാസ്റ്റിൽ വന്ന് ഇടിച്ച് ചളുങ്ങി പപ്പടം പൊളിയുന്ന കണക്ക് പൊടിഞ്ഞ് തൊട്ടപ്പുറത്തൊരു പൊട്ടക്കുളത്തിലേക്ക് മറിഞ്ഞു വീണു. ഞങ്ങളിങ്ങനെ മരവിച്ചിരുന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയാൻ, ബ്രേക്ക് ചെയ്തു. ഇത് കണ്ടപ്പോൾ തന്നെ, ഇത് കാറ് നിൽക്കില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ബ്രേക്ക് ചെയ്യും. ഇപ്പം എൻ്റെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് കുറച്ച് നേരത്തിന് ശേഷം പറഞ്ഞു, വലിയൊരു ശബ്ദത്തോട് വരും. ആളുകൾ പെട്ടെന്ന് ഓടിക്കൂറി. കാരണം ചേർത്തല ആ ഏരിയയൊക്കെ ഒത്തിരി ഡെൻസായിട്ട് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഞാനവിടെ തന്നെ ഇരുന്നു. 2 പേരും ഒരുമിച്ച് എഞ്ചിനിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നാണ് നിയമം. അയാൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആരുമില്ല, എല്ലാവരും മരിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് ചെറിയൊരു ജീവനുണ്ട്, ബാക്കി എല്ലാവരും ഭയങ്കര കണ്ടീഷൻ വളരെ മോശമാണ്, ഇടിച്ച് അവരുടെ തലയൊക്കെ പൊട്ടി തലച്ചോറൊക്കെ പുറത്ത് ചാടിയിരിക്കുന്നു, അത് വളരെ മോശം ഒരു സീനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു. ഞങ്ങളിങ്ങനെ മരവിച്ചിരുന്നു പോയി. ഒരാൾ മാത്രം ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം മരിച്ചു. ബാക്കി എല്ലാവരും ഓൺ ദ സ്പോട്ട് മരിച്ചു പോയി.